ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ അവസാനത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ഹോസ്റ്റലിലെത്തിയപ്പോഴേക്കും മത്സരത്തിനുള്ള തീം ഐഡിയ സാക്ഷിക്ക് കിട്ടിക്കഴിഞ്ഞിരുന്നു. പക്ഷേ അതെന്താണെന്ന് കൂട്ടുകാർ ചോദിച്ചിട്ട് പറയാതെ അവൾ ചിരിച്ചതേ ഉള്ളൂ. ജാഷു അടുത്തന്നെ ഒരു ദിവസം സിയുവിനെയും ഹസ്ബൻഡിനെയും ചെന്ന് കണ്ട് ഇപ്പോഴത്തെ ഗെയിമിൻ്റെ അപ്ഗ്രേഡിങ് കഴിഞ്ഞാൽ ഉടൻ റിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്ന് അറിയിക്കുന്നു. പെട്ടെന്ന് അവൻ റെസിഗ്നേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും ഞെട്ടുന്നുണ്ട്. മറ്റേതെങ്കിലും കമ്പനി അവനെ റിക്രൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നവർ ചോദിക്കുന്നു. പക്ഷേ കാരണം അതൊന്നുമല്ല, സാക്ഷിക്കൊപ്പം കഴിയാൻ വേണ്ടി അവളുടെ നാട്ടിൽ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അവൻ തുറന്നു പറയുന്നു. അവളുടെ പഠിത്തം കഴിഞ്ഞ് ഇനിയും 2-3 വർഷങ്ങളില്ലേ, അതിനുള്ളിൽ നിനക്ക് കരിയർ കുറച്ചുകൂടി മികച്ച സ്ഥിതിയിൽ എത്താൻ സാധിക്കുമായിരുന്നില്ലേ എന്നൊക്കെ അവർ ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. അവളുടെ പേരൻസിന് എൻ്റെ കാര്യത്തിൽ ചില ആശങ്കകളുണ്ട്, അത് പരിഹരിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവിടെ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ചാണ് ആലോചിക്കുന്നതെന്നൊക്കെ അവൻ പറയുന്നു. അവൻ്റെ തീരുമാനം അവനെ സംബന്ധിച്ച് വളരെ ശരിയായതുകൊണ്ട് അവർ എതിർപ്പൊന്നും പറയുന്നില്ല. പക്ഷേ സ്വന്തമായി ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ അതിനുവേണ്ട ചിലവുകളെക്കുറിച്ചൊക്കെ നന്നായി അറിയാവുന്നതിനാൽ നമ്മുടെ കമ്പനിയിൽ അറിയിച്ചാൽ ഒരു ബ്രാഞ്ച് പോലെ അവിടെ അവന് സ്വന്തമായി ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നേക്കും. അത് അവനും ഗുണം ചെയ്യും എന്ന ഐഡിയ സിയുൻ പറഞ്ഞത്. അതിന് സാധിച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വലിയ സഹായമായിരിക്കും എന്നവനും പറയുന്നു. അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് അവളും ഹസ്ബൻഡും കൂടി ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായതിൻ്റെ സന്തോഷത്തിൽ അവൻ പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അവൻ്റെ അച്ഛനെ ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നത്. അവൻ ഉടനെ തന്നെ അവിടേക്ക് ചെല്ലുന്നു. അച്ഛൻ്റെ കണ്ടീഷൻ വളരെയധികം മോശമാണ്, ഇനി വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അവസാനമായി അദ്ദേഹത്തിനൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചോളാൻ ഡോക്ടർ അവനോട് പറയുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് അവൻ അച്ഛനോട് പറയാൻ മടിച്ച കുറേ കാര്യങ്ങൾ അന്ന് അടുത്ത് ചെന്നിരുന്നു പറയുന്നു. അന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം ശിക്ഷ നേരിടാൻ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനെ കിടക്കേണ്ടി വരുമായിരുന്നില്ല. ഇതിനിടയിൽ പലതും സംഭവിച്ചെങ്കിലും എനിക്കതൊന്നും ഇവിടെ നിന്ന് പറയാൻ തോന്നിയിട്ടില്ല. അച്ഛൻ്റെ കടങ്ങളൊക്കെ ഞാൻ വീട്ടിൽ കഴിഞ്ഞു. അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു. ചികിത്സിക്കാൻ നമുക്ക് കാശില്ലാത്തത് കൊണ്ടാണ് അമ്മ അന്ന് നമ്മളെ വിട്ടു പോയത്. അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ക്യാഷ് നഷ്ടപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയായതുകൊണ്ട് അത് ട്രീറ്റ് ചെയ്യാൻ അമ്മ തയ്യാറായില്ല. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഒരുപാട് വൈകിയിരുന്നു. ഞാനിതൊന്നും ഇത്രയും കാലം പറയാതിരുന്നത് എന്തെങ്കിലും അച്ഛൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നേരിട്ടതെല്ലാം കണ്ട് കുറ്റബോധം തോന്നണമെന്ന് കരുതിയാണ്. അന്ന് അച്ഛൻ ശിക്ഷ നേരിടാൻ തയ്യാറായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം മറ്റൊരു രീതിയിലാക്കുമായിരുന്നു എന്നൊക്കെ അവൻ അവിടെ ഇരുന്ന് പറയുന്നു. പറയുന്നതിനിടയിൽ പലതവണ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് പക്ഷേ ഞാൻ അച്ഛനോട് നന്ദി പറഞ്ഞേ പറ്റൂ. അച്ഛൻ കാരണം ഒരിക്കൽ പോലും ഞാൻ മദ്യം കൈകൊണ്ട് തൊടാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. അച്ഛനൊന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാതിരുന്നതിൻ്റെ ഫലങ്ങൾ നേരിട്ട് അനുഭവിച്ചതുകൊണ്ട് ഒന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാതെ എന്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള തൻ്റെ ഇടവും എനിക്കുണ്ടായി. കൂടുതലൊന്നുമില്ലെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ട്. ഏതെങ്കിലും ലോകത്ത് വെച്ച് അച്ഛൻ അമ്മയെ വീണ്ടും കാണുകയാണെങ്കിൽ ശരിയായ രീതിയിൽ മാപ്പ് പറയാൻ മറക്കരുതെന്നൊക്കെ അവൻ അച്ഛനോട് പറയുന്നു. ആ സമയത്ത് എല്ലാം കേൾക്കുന്നുണ്ട് എന്നതുപോലെ അദ്ദേഹത്തിൻ്റെ വിരലുകൾ ഒന്നനങ്ങുന്നത് അവൻ കാണുന്നു. അത് കഴിഞ്ഞ് അല്പസമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. അവൻ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സാക്ഷി അവിടെ ഒരിടത്ത് അവനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ ഇത്ര വിഷമിക്കേണ്ട ആവശ്യമില്ല, ഈ ദിവസം വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവന് ശരിക്കും വിഷമമുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാക്കുന്നു. നിനക്ക് നല്ല വിഷമമുണ്ട് എന്ന് എനിക്കറിയാം, എൻ്റെ മുന്നിൽ കരയുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ ചേർത്ത് പിടിക്കുന്നു. അതുവരെ പിടിച്ചു നിർത്തുന്ന വിഷമമൊക്കെ അവൻ കരഞ്ഞു തീർക്കുന്നുണ്ട്. ഇത്രയും കാലം പേരിനെങ്കിലും ഒരു അച്ഛനുണ്ടായിരുന്നു, ഇപ്പോൾ അവൻ ശരിക്കും അനാഥനായിരിക്കുന്നു. അച്ഛൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം അവൻ അവളെയും കൂട്ടി അമ്മയുടെ കല്ലറയിലേക്ക് പോകുന്നു. അവളെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അച്ഛൻ മരിച്ച വിവരവും അമ്മയോട് പറയുന്നു. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ കരയുന്നുണ്ട്. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അവളും അമ്മയോട് സംസാരിക്കുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നെങ്കിലും അപ്പോഴൊന്നും തളരാതെ അവൻ പിടിച്ചു നിന്ന് വളരെ മിടുക്കനായി തന്നെ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുകയാണ്. പഠനത്തിലും കരിയറിലുമൊക്കെ വളരെ മുന്നിലാണ്. ഞാനും എൻ്റെ കുടുംബവുമൊക്കെ അവനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. അവന് കിട്ടാതെ പോയ സ്നേഹം നൽകാൻ ഞങ്ങൾ കഴിയുന്നത്ര ശ്രമിക്കാം. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒറ്റപ്പെട്ടു പോയി എന്ന് അവന് തോന്നാൻ ഇടവരാതെ ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്നൊക്കെ അവൾ അവിടെ നിന്ന് അവൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നു. എൻ്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തതാണ്, ഇനി തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനവളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ എത്തിയ ശേഷം അവൻ്റെ മൂഡോഫ് മാറ്റാൻ വേണ്ടി അവൾ കൂടുതൽ സമയം അവൻ്റെ ഒപ്പം ചെലവഴിക്കുന്നു. രണ്ടുപേരും കൂടി സൈക്ലിങ്ങിനൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ബീച്ചിനടുത്ത് നിൽക്കുമ്പോഴാണ് റെസിഗ്നേഷൻ നൽകിയ കാര്യം അവൻ പറഞ്ഞത്. ഇത്ര ധൃതി പിടിച്ച് എൻ്റെ നാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്നവൾ പറഞ്ഞപ്പോൾ അവിടെ സെറ്റിൽ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ എത്തി അമ്മയെ കാണാമല്ലോ. നിൻ്റെ ഫാമിലി അവിടെ അല്ലേ ഉള്ളത്, പിന്നെ എൻ്റെ ബിസിനസ് എവിടെ തുടങ്ങിയാലും ഒരുപോലെ തന്നെയല്ലേ, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇനി ആലോചിക്കേണ്ടെന്ന് അവൻ പറയുന്നു. പോകുന്നതിന് മുമ്പ് 1 മാസം കൂടിയേ അവൻ അവിടെ ഉണ്ടാകും. തൽക്കാലത്തേക്കാണെങ്കിലും പിരിയേണ്ടി വരുമല്ലോ ഓർത്ത് രണ്ടുപേർക്ക് നല്ല വിഷമമുണ്ട്. എന്നാലും ഇടയ്ക്കിടെ തമ്മിൽ കാണാനുള്ള അവസരങ്ങൾ കിട്ടും എന്നുള്ള ആശ്വാസത്തിലാണ്. അവൻ പോകുന്നതുവരെ കൂടുതൽ സമയം അവൾ അവൻ്റെ കൂടെ തന്നെയായിരുന്നു. പോകാറായപ്പോൾ അവൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് അവളും അവിടെയുണ്ട്. കഴിക്കാൻ എന്തോ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവൾ അത് ചെയ്യാൻ തുടങ്ങിയെങ്കിലും അവൻ അതിന് സമ്മതിക്കാതെ അവളെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് പോകുന്നു. അവനെ കൊണ്ടുവിടാനേ അടുത്ത ദിവസം എയർപോർട്ടിലേക്ക് അവളും പോകുന്നുണ്ട്. എയർപോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അവളോട് തിരിച്ചു വെക്കളാൻ അവൻ പറഞ്ഞെങ്കിലും അവൾ പോകാതെ പിന്നെയും അവൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. അവസാനം ചെക്കിംഗ് കൗണ്ടറിൻ്റെ അടുത്ത് വരെ ചെല്ലാൻ അവൻ സമ്മതിക്കുന്നുണ്ട്. വളരെ വിഷമിച്ചാണ് രണ്ടുപേരും യാത്ര പറഞ്ഞ് പിരിഞ്ഞത്. അങ്ങനെ തൽക്കാലത്തേക്ക് അവളെ അവിടെ തനിച്ചാക്കി അവൻ പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ അവൻ പോകാൻ തീരുമാനിച്ച ശേഷം ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളൊക്കെ ഒരു ഗൈഡ് പോലെ ആക്കി ഫോണിൽ സേവ് ചെയ്ത് വെച്ചിരുന്ന് നോക്കി സാക്ഷി ഓരോരോ കാര്യങ്ങളെ അവനോട് പറയുന്നു. എന്നും വീഡിയോ കോൾ ചെയ്യണം, ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ കഴിയുന്നത് തമ്മിൽ കാണാൻ ശ്രമിക്കണം, വഴക്കിട്ടൽ തന്നെ ഒത്തുറപ്പാക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ കുറേ റൂൾസാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ കാണാത്ത രീതിയിൽ ഫോണിലേക്ക് ഇടയ്ക്കിടെ നോക്കി ഓരോരോ
പോയിന്റായിട്ടാണ് പറയുന്നതെങ്കിലും അവനത് ശ്രദ്ധിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്താണ് നോക്കുന്നതെന്ന് അറിയാൻ വേണ്ടി അവൻ ഫോൺ അവളുടെ മടിയിൽ നിന്ന് എടുക്കുന്നു. ആദ്യം അത് കണ്ടപ്പോൾ അവന് ചിരി വരുന്നുണ്ട്. പിന്നെ അവളുടെ ഉദ്ദേശം മനസ്സിലായപ്പോൾ അതിൻ്റെ കോപ്പി എനിക്കും കൂടി അയച്ചു തരാൻ പറഞ്ഞിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ചെയ്യണമെന്ന് അവളോടും പറയുന്നുണ്ട്. ഫൈനൽ എപ്പിസോഡിൽ അവൻ പോയതിനു ശേഷമുള്ള ദിവസങ്ങൾ അവൾ പഠനത്തിൻ്റെയും മത്സരത്തിന് വേണ്ടിയുള്ള പ്രൊജക്ട് റെഡിയാക്കുന്നതിൻ്റെ ഒക്കെ തിരക്കിലാണ്. ജാഷു അവളുടെ നാട്ടിലെത്തി സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറേ ബിൽഡിങ്ങുകൾ പോയി കാണുന്നു. അവസാനം ഒരെണ്ണം അവൻ ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അവൻ തന്നെ മുന്നിൽ നിന്ന് സെറ്റ് ചെയ്യിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവിടത്തേക്കുള്ള സ്റ്റാഫിനെയും അവൻ തന്നെ ഇൻ്റർവ്യൂ ചെയ്ത് സെലക്ട് ചെയ്യുന്നു. സാങ്ഷയും യൂഷിനും ഇതിനിടയിൽ കോളേജ് വെബ്സൈറ്റിൽ അവരുടെ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ജാഷു തൻ്റെ കമ്പനിയുടെ പ്രോഗ്രാമറായി കണ്ടെത്തിയത് മുമ്പ് അവൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഷെന്നിനെയാണ്. വിദേശത്ത് ഏതോ നല്ല കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഷെൻ ജാഷുവിനെ സപ്പോർട്ട് ചെയ്യാൻ കൂടി വേണ്ടിയാണ് അവൻ ഇങ്ങനെ ഒരു ഓഫർ വെച്ചപ്പോൾ ജോലി ഉപേക്ഷിച്ച് വന്നിരിക്കുന്നത്. അവനുള്ള വെൽക്കം പാർട്ടി എന്നോണം പഴയ റൂംമേറ്റ്സ് 4 പേരും കൂടി യാൻ്റെ ബാറിൽ ഒരുമിച്ച് കൂടുന്നു. കുറേ സമയം അവർ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിൽ യാൻ്റെ വീട്ടിലേക്ക് പേരൻസിനെ കാണാൻ ചെല്ലുന്നതിനെക്കുറിച്ച് ജാഷു പറയുന്നു. പറഞ്ഞിട്ട് വരണം, ആ സമയത്ത് ഞാനും അവിടെ ഉണ്ടാകുമെന്ന് യാൻ പറയുന്നുണ്ട്. അവർ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് സാക്ഷി അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. കൂട്ടുകാർക്കൊപ്പമാണെങ്കിലും ജാഷു കോൾ അറ്റൻഡ് ചെയ്ത് കുറച്ച് സമയം അവളോട് സംസാരിക്കുന്നുണ്ട്. അടുത്തന്നെ ഒരു ദിവസം അവൻ അവളുടെ പേരൻസിനെ കാണാനേ ചെല്ലുന്നു. ആ സമയത്ത് അവരോട് പറഞ്ഞിരുന്ന പോലെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്യാനായി യാനും അവിടെ ഉണ്ടായിരുന്നു. അവൻ വരുന്നറിഞ്ഞ് അവർ അവന് ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. 4 പേരും കൂടി ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിക്കുന്നു. ആ സമയത്ത് അച്ഛൻ അവൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. ജാഷു നല്ല ടെൻഷനിലാണ് അവരുടെ മുന്നിലിരുന്നത്. അധികം കഴിയാതെ ബാത്റൂമിൽ പോകാൻ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേൽക്കുകയും ചെയ്യുന്നു. പിന്നെയാണ് അവരുടെ ലൈഫിനെ കുറിച്ച് അവൻ അവരോട് സംസാരിച്ചത്. മുമ്പ് അച്ഛൻ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ നന്നായി ആലോചിച്ച് അവരുടെ ആശങ്കകളൊക്കെ പരിഹരിക്കുന്ന വിധത്തിൽ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവൻ പറയുന്നു. എന്തൊക്കെ സംഭവിച്ചാലും അവളെ വേദനിപ്പിക്കാതെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് അവന് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഇത്തവണ അച്ഛനും അമ്മയും കൂടുതൽ എതിർപ്പുകളൊന്നും പറയുന്നില്ല. മകളുടെ സുരക്ഷയെ കരുതിയാണ് അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. അവൾ പലതവണ അവളുടെ ഇഷ്ടത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. നിന്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ഉറപ്പ് ഞങ്ങൾക്ക് വേണമായിരുന്നു. ഇപ്പോൾ നീ അത് തന്നു കഴിഞ്ഞതിനാൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ടെൻഷനില്ല. എന്തൊക്കെയാണെങ്കിലും അവൾ സന്തോഷമായി ജീവിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അവൾക്ക് ഇഷ്ടം ഇതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് അവർ പറയുന്നു. ജാഷു സന്തോഷത്തോടെയാണ് അവിടെ നിന്നും മടങ്ങിയത്. തിരികെ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ വേസ്റ്റ് കളയാനായി അവൻ്റെ ഒപ്പം ചെല്ലുന്നുണ്ട്. സാങ്ഷയെ ഞാൻ ആദ്യം കണ്ട ദിവസവും നമ്മൾ ഇതുപോലെ വേസ്റ്റ് കളയാനായി വന്നിരുന്നു. നിനക്കത് ഓർമ്മയുണ്ടോ എന്ന് ജാഷു ആ വഴിയിൽ വെച്ച് അവനോട് ചോദിക്കുന്നു. അന്ന് സ്കൂളിലേക്ക് വരുമോ എന്ന് അവൾ രഹസ്യമായി അവനോട് ചോദിച്ചതിനെക്കുറിച്ച് ജാഷു അപ്പോൾ തന്നെ അവനോട് പറഞ്ഞിരുന്നു. ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്, അതുകൊണ്ട് നീ ഉറപ്പായും പോകണമെന്ന് അവൻ പറഞ്ഞപ്പോൾ വാക്ക് കൊടുത്തത് നീയല്ലേ, എനിക്ക് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് നീ തന്നെ പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവൻ അവളുടെ സ്കൂളിൽ പോയത്. രണ്ടുപേരും കൂടി അതൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് മുന്നോട്ട് നടന്നത്. ജാഷു ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ എത്തി ഉടനെ തന്നെ അവൻ അവളെ വീഡിയോ കോൾ ചെയ്യുന്നു. ആ സമയത്ത് അവൾ അവൻ്റെ വീട്ടിലായിരുന്നു. നാളെ കോളേജ് അവധിയായതുകൊണ്ട് ഇന്ന് ഇവിടേക്ക് വന്നതാണ് എന്ന് അവൾ പറയുന്നു. അവനോട് സംസാരിച്ചപ്പോൾ പതിവില്ലാത്ത സന്തോഷത്തിലാണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ട്. വിവരം തിരക്കിയപ്പോഴാണ് വീട്ടിൽ പോയി സംസാരിച്ചതും അവർ റിലേഷന് പെർമിഷൻ നൽകിയതും അവൻ പറഞ്ഞത്. നീ എന്ത് പറഞ്ഞവരെ സമ്മതിപ്പിച്ചു എന്ന് അവൾ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് കോളേജിൽ അവൾ പങ്കെടുത്ത മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അവാർഡ് സെറിമണി ഈ മാസം അവസാനം നടക്കുന്നു. അപ്പോൾ വരാൻ പറ്റുമോ എന്നവൾ ചോദിച്ചത്. ആ സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് തിരക്കുകളുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്നവൻ പറഞ്ഞപ്പോൾ അവൾ നിരാശയാകുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാക്കുന്നു. അവനോട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവൻ വരാൻ പറ്റാത്തതിൻ്റെ വിഷമത്തോടെയാണ് അവൾ ചടങ്ങിന് പോയത്. യൂഷിനും പ്രൈസ് ഉള്ളതിനാൽ അവളും കൂടെയുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ജാഷു അവിടെ എത്തി അവൾക്ക് സർപ്രൈസ് നൽകുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതെ വന്നുകൊണ്ട് അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു. നീ എന്താണ് വന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ മറുപടി പറയാതെ അവളുടെ അടുത്തിരുന്നിട്ട് ഫോണിലൂടെ റിപ്ലൈ നൽകുന്നു. അവാർഡ് സെറിമണിയിൽ അവൻ്റെ കമ്പനിക്കും ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അതറിഞ്ഞ് സീന് പകരമാണ് അവൻ വന്നിരിക്കുന്നത്. എന്താണ് നേരത്തെ പറയാതിരുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇടയ്ക്കൊക്കെ സർപ്രൈസ് നൽകുന്ന ബന്ധത്തിൻ്റെ ആഴം കൂട്ടാൻ സഹായിക്കുമെന്ന് നീ എഴുതി വെച്ചിരുന്ന റൂൾസിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നതെന്ന് അവൻ പറയുന്നു. രണ്ടുപേരുടെയും കൂടി വർത്തമാനം കേട്ട് സഹിக்க വയ്യാതെ യൂഷിൻ അവളോട് കുറച്ച് മാറിയിരിക്കാൻ മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഏറ്റവും പുറകിലായി പോയിരിക്കുന്നു. അവനിട്ടിരുന്ന ടൈയും കോട്ടുമൊക്കെ നോക്കി അവൾ കമൻ്റ് അടിച്ചപ്പോൾ ടൈ കുറച്ച് ടൈറ്റ് ആണെന്ന് തോന്നുന്നു, ഒന്ന് ലൂസാക്കി തരുമോ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ അതിനായി മുന്നോട്ടഞ്ഞപ്പോൾ അവൻ പെട്ടെന്ന് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് അവൻ അങ്ങനെ ചെയ്യുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നല്ല. അവൾ ചെറുതായി പിണക്കം നടിച്ചപ്പോൾ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായതുകൊണ്ട് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ സോറി പറയുന്നു. എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്തിരുന്നു, അതുകൊണ്ട് ഞാൻ വിടുകയാണ് എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോഴേക്കും അവന് രജിസ്ട്രേഷന് വേണ്ടി ഒക്കെ വിളിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചടങ്ങ് തുടങ്ങുന്നു. അവാർഡ് അനൗൺസ് ചെയ്യാനായി വിളിച്ചത് അവനെയാണ്. അവൻ മൈക്കിന് മുന്നിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ ഫോണിൽ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മുന്നിൽ മറ്റൊരു ഫോട്ടോഗ്രാഫർ നിൽക്കുന്ന കാരണം അവൾക്ക് അവനെ നന്നായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ കുറച്ച് മുന്നോട്ട് നീങ്ങി നിന്നിട്ട് മൈക്കിലൂടെ തന്നെ ഇത്രയും മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഗേൾ ഫ്രണ്ട് എൻ്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മുന്നിൽ ഒരാൾ നിൽക്കുന്ന കാരണം പറ്റുന്നില്ല എന്ന് മൈക്കിലൂടെ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടെ റിലേഷനെക്കുറിച്ച് അവിടെ എല്ലാവരും അറിയുന്നുണ്ട്. പക്ഷേ സാങ്ഷി അതിൽ ഹാപ്പിയാണ്. മത്സരത്തിലെ വിന്നർ അവൾ തന്നെയായിരുന്നു. അവാർഡ് നേടിയ അവളുടെ ആനിമേഷൻ ഡിസൈൻ സ്റ്റേജിലെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അവരുടെ ലവ് സ്റ്റോറിയെ ബേസ് ചെയ്തുള്ള ഒരു ആനിമേഷൻ ആയിരുന്നു അത്. അവൾക്ക് അവനോട് പ്രണയം തോന്നി തുടങ്ങിയപ്പോൾ മുതൽ അവൾ ഒളിപ്പിച്ചു വെച്ചിരുന്നതൊക്കെ അതിലൂടെ കാണാനും അറിയാനും അവന് പറ്റുന്നുണ്ട്. അവൻ തന്നെയാണ് അവൾക്കുള്ള അവാർഡ് സമ്മാനിച്ചത്. അത് കഴിഞ്ഞ് അവാർഡ് കിട്ടിയവർ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവൻ അവളെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ റിലേഷൻ കാര്യമായി മുന്നോട്ട് പോവുകയാണ്. 2 വർഷം കഴിഞ്ഞപ്പോൾ സാങ്ഷിയും ഫ്രണ്ട്സും ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നു. ചടങ്ങിന് ജാഷുവും എത്തുന്നുണ്ട്. അവൻ അവർക്കൊപ്പം നടന്ന് ഫോട്ടോസ് എടുത്തു കൊടുക്കുകയും മറ്റും ചെയ്യുന്നു. കോളേജിനടുത്തുള്ള ബീച്ചിലാണ് അവർ എല്ലാവരും കൂടി ആഘോഷിച്ചത്.
ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അവിടെ ഒരുമിച്ച് നിരന്ന് കിടക്കുന്നു. 4 വർഷത്തെ ഫ്രണ്ട്ഷിപ്പൊക്കെ അവസാനിപ്പിച്ച് പല വഴിക്ക് പിരിഞ്ഞു പോകുന്നതിൻ്റെ വിഷമത്തിൽ സെൻറ്റി ഡയലോഗുകൾ എല്ലാവരും പറയുന്നുണ്ട്. എനിക്കിതൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞ് വേവേ ചെറുതായി കരയുന്നു. ആ സമയത്താണ് നേരത്തെ പറഞ്ഞുറപ്പിച്ച് എന്തോ ഓർപ്പിച്ചുകൊണ്ട് ഷൻ സാങ്ഷിക്ക് സിഗ്നൽ നൽകിയത്. അതോടെ കരഞ്ഞപ്പോൾ നിന്റെ മേക്കപ്പൊക്കെ പടർന്നിട്ടുണ്ട്, അതുകൊണ്ട് ബാത്റൂമിൽ പോയി അത് കറക്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞ് സാങ്ഷി വേവയെ യൂഷിനൊപ്പം പറഞ്ഞയക്കുന്നു. അപ്പോഴേക്കും അവർക്ക് ഡ്രിങ്ക്സ് വാങ്ങാനായി പോകുന്നത് ജാഷു തിരികെ എത്തുന്നുണ്ട്. ഷൻ വേവയെ പ്രപ്പോസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ അവൻ സാങ്ഷിയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിനുവേണ്ടിയാണ് അവൾ വേവയെ അവിടെ നിന്ന് മാറ്റിയത്. അവൾ തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ സാങ്ഷി അവളുടെ ഐഡിയയിൽ ഒരു പ്രപ്പോസലിന് വേണ്ട സെറ്റപ്പൊക്കെ അവിടെ റെഡിയാക്കുന്നു. ജാഷുവും മറ്റുള്ളവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ കണ്ണൊക്കെ പൊത്തിപ്പിടിച്ചുകൊണ്ട് വേവയെ അവിടെ എത്തിക്കുന്നു. ഹെഡ് ഷേപ്പിൽ പൂക്കൾ കൊണ്ട് അവിടെ ഒരു ഡിസൈൻ റെഡിയാക്കിയിരുന്നു. അതിനുള്ളിലായി അവളെ കൊണ്ട് നിർത്തിയിട്ടാണ് സാങ്ഷി അവളുടെ മുഖത്തുനിന്ന് കൈമാറ്റിയത്. അപ്പോഴേക്കും ജാഷു അവർക്ക് പിറകിലൂടെ എത്തുന്നു. വേവെ അവളെ അവിടെ നിർത്തിയിട്ട് പുറത്തേക്കിറങ്ങി ബാക്കി ഫ്രണ്ട്സിനൊപ്പം ചെന്ന് നിൽക്കുന്നു. അപ്പോഴാണ് തനിക്ക് വേണ്ടിയുള്ള പ്രപ്പോസലാണ് അവിടെ നടക്കാൻ പോകുന്നതെന്ന് സാങ്ഷി അറിയുന്നത്. അപ്പോഴേക്കും അവളുടെ ഫാമിലിയും അവിടെ എത്തുന്നു. ഇത് കുറച്ച് പെട്ടെന്നായിപ്പോയി എന്ന് എനിക്കറിയാം. ഞാൻ കുറേ ഐഡിയ ഒക്കെ ആലോചിച്ചു, ഇതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നി എന്നവൻ പറയുന്നു. അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അവൻ്റെ ആത്മാർത്ഥമായ വാക്കുകൾ അവിടെ നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നനയ്ക്കുന്നു. സാങ്ഷി അച്ഛനും അമ്മയും നിൽക്കുന്നിടത്തേക്ക് നോക്കി അവരുടെ പെർമിഷൻ വാങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ അവൻ്റെ പ്രപ്പോസൽ സ്വീകരിക്കുന്നു. അവൻ്റെ കയ്യിൽ നിന്ന് ബൊക്കെ വാങ്ങുകയും മോതിരമിടാനായി കൈ നീട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. ജാഷു സന്തോഷത്തോടെ അത് അണിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിക്കുന്നു. കിസ് ചെയ്യാൻ എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ അവർ കിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ അത് കണ്ടു നിൽക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി തനിച്ച് ബീച്ചിലൂടെ നടക്കുന്ന സമയത്ത് നീ എന്നെ സീക്രട്ടായി ഇഷ്ടപ്പെട്ടതുപോലെ ഞാനും കുറച്ച് ദിവസങ്ങൾ സീക്രട്ടായി നിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നീ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ ഇഹയിൽ മഞ്ഞ് പെയ്തത് ഓർമ്മയുണ്ടോ? അന്നാണ് അത് തുടങ്ങിയതെന്ന് അവൻ പറയുന്നു. അങ്ങനെ സാങ്ഷി ആരും അറിയാതെ അവളുടെ മനസ്സിൽ ഒളിപ്പിച്ചു തരുന്ന ആ പ്രണയം അവസാനം സത്യമായിരിക്കുകയാണ്. പിന്നീട് അവൻ അവളുടെ മുറിയിൽ നിന്ന് ആ പാൽക്കുപ്പിയിൽ അവൾ ഉണ്ടാക്കിയിട്ടിരുന്ന മറ്റൊരു സ്റ്റാർ എടുത്ത് നോക്കുന്നത് കാണാം. അവൾ മുറിയിലേക്ക് വന്നപ്പോൾ നീ ഒരെണ്ണം മാത്രം എന്താണ് ഒളിപ്പിച്ചു വെച്ചത്, എന്നിട്ട് ഞാനിത് കണ്ടല്ലോ എന്നവൻ പറയുന്നുണ്ട്. അതിലെന്താണ് എഴുതിയിരുന്നതെന്ന് അവൾ തന്നെ തുറന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടി കിസ് ചെയ്ത് നിൽക്കുന്നിടത്ത് ഈ ഡ്രാമ അവസാനിക്കുന്നു. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.